ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തായിട്ട് തന്നെയുള്ള ഒരു വാർ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഇവിടുന്ന് നടന്നുകൊണ്ട് ദൂരമൊക്കെ ഉള്ളൂ. പക്ഷേ ലേറ്റ് ആയതുകൊണ്ടും ഞങ്ങൾ വണ്ടിയിലാണ് പോയത്. അതാ ആ കാണുന്നതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്. അവിടെ എത്തി അതിൻ്റെ പുറമെയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ഇത് വല്ല തട്ടിക്കൂട്ട് പരിപാടിയും ആണോ എന്ന് വരെ സംശയം തോന്നിപ്പോയി. കാരണം അതൊരു ലോ ബഡ്ജറ്റ് ക്യൂരിയോസിറ്റി ഷോപ്പിൻ്റെ അത്രയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയുള്ളൂ. പക്ഷേ അകത്ത് കടന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു സംഭവമേ അല്ലായിരുന്നു അത്. കാരണം അത്യാവശ്യം നല്ല വലിപ്പം, ഏകദേശം 20 ഏക്കറോളമുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മ്യൂസിയം ആയിരുന്നു അത്. അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ, സത്യം പറഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നമുക്ക് നല്ല പേടിയായി. അകത്ത് കയറാനുള്ള ടിക്കറ്റ് ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് പെർ പേഴ്സൺ 22 റിങ്കറ്റ് ആണ്. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ 44 റിങ്കറ്റ്സ് ആണ് ആയത്. അത് മലേഷ്യൻ EP വിസ ഉള്ളതുകൊണ്ടാണ്. ഫോറിനേഴ്സ് ആണെങ്കിൽ 30 റിങ്കറ്റ്സോ മറ്റോ ആണ് അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ചാർജ് എന്ന് പറയുന്നത്. ഞങ്ങൾ കയറുമ്പോൾ തന്നെ ഒരുപാട് സ്കൂൾ കുട്ടികളാണെന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ എൻ്റെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങൾക്ക് ഹായ് ഒക്കെ തന്നു. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ മ്യൂസിയങ്ങളിലൊക്കെ കുട്ടികളെ കൂട്ടിയിട്ട് പോയിട്ട് അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ ആയിട്ടാണ് തോന്നിയത്. ബേസിക്കലി ഇതൊരു കോട്ടയാണ്. പെനാങ് ഫോർട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നതെന്നും കൂടെ അതിൻ്റെ ബ്രോഷർ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി. 1930കളിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു ഫോർട്ടാണ് ഇത് എന്നാണ് അതിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഒറിജിനൽ പർപ്പസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഷിപ്പിംഗ് റൂട്ട്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. കൂടാതെ ബട്ടർവർത്തിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഇവരുടെ റോയൽ എയർഫോഴ്സിനെ മിലിറ്ററി ഡിഫൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു കോട്ടയുടെ ലക്ഷ്യമായിരുന്നു. മാത്രമല്ല ഇതൊരു ഹൈ ഹിൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാൽ നമുക്ക് ഈ ഐലൻഡിന് ചുറ്റുമുള്ള കടലിൻ്റെ ഒരു 360 ഡിഗ്രി ആംഗിൾ കിട്ടും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് അറ്റാക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഇവിടുന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഈ സ്ട്രെയ്റ്റ്സ് ഓഫ് മലാക്കേനെ ഈ ജപ്പാനീസ് അധിനിവേശത്തു നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോട്ട ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നമുക്ക് കയറുമ്പോൾ തന്നെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിത്രങ്ങളും ആ പത്ര കട്ടിങ്സുകളും ഒക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആ പണ്ടത്തെ ആ ഒരു ഹിസ്റ്ററീനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി, ഇപ്പോൾ നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷണൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒരുപാട് ഹിസ്റ്ററീസ്, അതിൻ്റെ ഹിസ്റ്ററീസൊക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ സർവൈവ് ചെയ്ത ആൾക്കാരുടെയും അവിടെ മരണപ്പെട്ടു പോയ അവരുടെ മിലിറ്റൻസിൻ്റെയും അങ്ങനെ എല്ലാവരുടെ പിക്ചേഴ്സും അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാണ്ട് അന്നേരം യൂസ് ചെയ്തിരുന്ന പട്ടാളക്കാരുടെ ഡ്രസ്സ്, അതുപോലെ തന്നെ അവർ യൂസ് ചെയ്തിരുന്ന ബോംബ്, ഗണ്ണ്, അങ്ങനെയുള്ള സാധനങ്ങളും നമുക്ക് അവിടെ കയറുമ്പോൾ തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വാർ മ്യൂസിയം ആണ് പെനാങ് വാർ മ്യൂസിയം എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അവരൊരു ബ്രോഷർ തരും. ആ ബ്രോഷറിൽ എവിടെയൊക്കെയാണ് ഓരോ സ്ഥാനങ്ങളും കാണുന്നത് എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ മെയിനായിട്ട് അണ്ടർഗ്രൗണ്ട് ടണൽസ് ഉണ്ട്, അതുപോലെ തന്നെ ആയുധപ്പുരകൾ, പീരങ്കികൾ, പിന്നെ മെയിനായിട്ട് ഈ രക്ഷാമാർഗത്തിന് വേണ്ടിയിട്ട് കടലിലേക്കൊക്കെയുള്ള തുരങ്കങ്ങൾ, ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൽ തന്നെ ചിലതിലൊക്കെ നമുക്കത് ചെയ്ത് നോക്കി എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ട്. ഈ
കാണുന്ന തുരങ്കത്തിലൂടെ വേണമെങ്കിൽ നമുക്ക് പോവാം. അതൊരു 6 മീറ്റർ നമ്മൾ ഇതുപോലെ എഴഞ്ഞിട്ടും അതിന് ശേഷം ഒരു 8 മീറ്ററോളം ഉള്ള ഒരു സ്റ്റെയറും കയറിയിട്ട് നമുക്ക് പോകണം. എന്നാലും നമ്മളതിൻ്റെ ടോപ്പിലേക്ക് എത്തും. പക്ഷെ ഞങ്ങളത് ട്രൈ ചെയ്തില്ല. ബ്രിട്ടീഷ് അധിനിവേശത്തിൽ ഉണ്ടായിരുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് 1942 വേൾഡ് വാർ സെക്കൻഡിൻ്റെ ടൈമിലാണ് ജപ്പാനീസുകാരുടെ കയ്യിലായത്. അപ്പോൾ ജപ്പാനീസുകാരുടെ കയ്യിലായതോടെ ഇവിടെ തടവുകാരെ സൂക്ഷിക്കാനും അവരുടെ മിലിറ്റൻസിന് താമസിക്കാനുള്ളൊരു സ്പേസ് ആയിട്ട് ഇത് മാറി. ഇതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ അതായത് ഈ തടവുകാരെ അങ്ങനെ ടോർച്ചർ ചെയ്യുന്ന ഒരു സ്പേസ് ആയിരുന്നു ഇത്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് രീതിയിലോ നമുക്ക് ഇവിടെ ഓരോന്നും അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ചില സ്ഥലങ്ങളിൽ മഴുവെച്ച് കഴുത്തിറക്കുന്ന സ്ഥലം, അതുപോലെ വാളുകൊണ്ട് കഴുത്തിറക്കുന്ന സ്ഥലം, തൂക്കിക്കൊല്ലാനുള്ള ഒരു സ്പേസ്, അതുപോലെ തന്നെ ചുമരിൽ ഇവരെ ആണിയടിച്ചിട്ട് അവിടുന്ന് ബുള്ളറ്റ് വെച്ച് ഷൂട്ട് ചെയ്യുന്ന, അങ്ങനെ ബുള്ളറ്റ് കൊണ്ട പാടുകളുള്ള ഒരുപാട് ചുമരുകൾ, അങ്ങനെ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഈ കോട്ടയുടെ ചുറ്റും കടലാണ്. നമുക്കത് ഓരോ സൈഡിൽ നിന്നും നമുക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നമ്മുടെ മിസൈലൊക്കെ വിടുന്ന പോലെയുള്ള ഒരു സ്ഥലമാണ്. ഇവിടുന്നാണ് ഗൺ ഫയറിങ് എന്നൊക്കെയാണ് അവിടുന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ അവിടെയുള്ള ചുമരുകൾ അല്ലെങ്കിൽ മതിലുകളിലൊക്കെ ഇപ്പോഴും എന്താ പറയുക, അന്നേരം ഫയർ ചെയ്യുമ്പോൾ ഉണ്ടായ ചില ആഘാതങ്ങളൊക്കെ കൊണ്ട് ഉണ്ടായിട്ടുള്ള പൊട്ടലുകളൊന്നും ക്ലിയർ ചെയ്യാതെ അതുപോലെ തന്നെ അവർ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് അതുപോലെ നമ്മൾ നേരത്തെ ഒരു തുരങ്കത്തിലൂടെ കയറിയില്ലേ, അപ്പോൾ അത് മേലേക്ക് എത്തുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞ് നമ്മളിവിടെ എത്തുമ്പോൾ ഗണ്ണും കാര്യങ്ങളൊക്കെ കുറേ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് നടന്നാൽ ഇവിടെ നമ്മൾ ഏറ്റവും ടോപ്പ് വ്യൂ എന്ന് പറയുന്ന ടോപ്പ് വ്യൂ കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് കയറിപ്പോകുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1930 ഉണ്ടാക്കിയ സാധനമാണ്. അപ്പം നമ്മളിങ്ങനെ സ്റ്റെയർ കയറിയാൽ നമുക്ക് ഏറ്റവും ഹൈയിലെത്തിയാൽ മൊത്തം വ്യൂ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ എന്താ പറയുക, കഴുത്ത് വെട്ടാനും അതുപോലെ തന്നെ തൂക്കിലേറ്റാനും ഒക്കെ ഉപയോഗിച്ചിരുന്നൊരു സ്പേസാണ്. അതുപോലെ അവിടെ കാണുന്ന ആ ഒരു ആല് ഉള്ളൊരു ഏരിയ എന്ന് പറയുന്നത് മോർച്ചറിയാണ്. അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാരെ അവർ കുഴിച്ചിട്ടുണ്ട്, മറവ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവിടെ മെയിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് മിലിറ്റൻസിൻ്റെ ഒക്കെ റൂംസ്, പിന്നെ ലോക്കപ്പ്, ഇതൊക്കെയാണ് മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത്. ഓരോ ഗ്രേഡിലുള്ള മിലിറ്റൻസിനും അവർ സ്പെഷ്യൽ റൂംസ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ കുക്കിങ്ങിനുള്ള സ്പേസ്, അങ്ങനെ പണ്ടത്തെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ഇതൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ പിന്നെ അവരുടെ കുക്ക് ഹൗസ്, അതുപോലെ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഓരോ റൂംസ്, അതുപോലെ പട്ടാളക്കാരുടെ റെസ്റ്റിംഗ് റൂംസ്, അവർക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്ന കളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കാർഡ്, അവർ കിടക്കുന്ന ബെഡ്, അങ്ങനെ അവരുടെ സൈക്കിള്, അങ്ങനെ ഓരോ ഈ സാധനങ്ങളാണ് അവരിവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ റൂംസിലായിട്ട്.
ഇന്ത്യൻ പട്ടാളക്കാരും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം നമുക്കിവിടെ ചില റൂമിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യൻ സോൾജിയേഴ്സ് എന്നുള്ളത്. അപ്പോൾ അവർക്ക് സ്റ്റേക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ രാത്രി ടൈമിലാണെങ്കിൽ ഇവിടെ ഒരു ഷോ പോലെയുണ്ട്. അതായത് പണ്ടത്തെ ആ കാര്യങ്ങളൊക്കെ ഒരുമാതിരി ഹൊറർ കാണുന്ന പോലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പകല് പോകുമ്പോൾ തന്നെ ചില കാര്യങ്ങളൊക്കെ അവിടെ വായിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പേടി തോന്നും. അപ്പം രാത്രിക്ക് പോയിട്ട് ഇത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തടവുകാരെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ്, അതിനുള്ള റൂമാണ്. പിന്നെ ഇതുപോലെ കുറേ ലോക്കപ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ അവർ ഡമ്മിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പണ്ട് ജപ്പാൻകാർ ഈ സമയത്ത് തന്നെ സെക്സ് സ്ലേവറി എന്നുള്ള ഒരു നിയമം നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി അവർ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ പാർപ്പിച്ചിരുന്ന ചില സ്ഥലങ്ങൾ അങ്ങനെ എന്താ പറയുക, നമ്മൾ ആ ഒരു വേൾഡ് വാർ 2 ടൈമിൽ പല സ്ഥലത്തുള്ള ആൾക്കാർ അനുഭവിച്ച പല കഷ്ടപ്പാടിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ശരിക്കും ഹിസ്റ്ററിയൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഹിസ്റ്ററിനെ കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് കണ്ടറിയാൻ വേണ്ടിയിട്ട് ശരിക്കും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വാർ മ്യൂസിയത്തിലെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ബാക്കി പെനാങ് വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.